ഇന്ന് ഞാനിവിടെ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വെറും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു തീയിൽ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ പകുതി വെന്ത് വന്നിട്ടുണ്ട്. മസാല ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും ചേർത്ത് ഈ ഒരു എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം എണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഈ ഒരു ചിക്കൻ നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി പേസ്റ്റാണ്. ഞാനിവിടെ ഒരു തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഈ ഒരു മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി പേസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കസൂരി മേത്തി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.